ശ്രീ പി വി അൻവർ, അല്ലല്ല, എം പിമാർക്കും എം എൽ എമാർക്കും ഒക്കെ സർക്കാർ കൊടുക്കുന്ന ശമ്പളമുണ്ട്. അതെങ്ങനെ വിനിയോഗിക്കണം എന്നുള്ളത് അവർ തീരുമാനിക്കുന്ന കാര്യമാണ്. അവർ ലിപ്സ്റ്റിക് ഇടുന്നതും അവർ മുണ്ടും ഷർട്ടും മാറ്റുന്നതും എങ്ങനെയാണ് അങ്ങയുടെ പരിഗണനാ വിഷയമാകുന്നത്? ഇനി പറ, ഞാൻ കേക്കട്ടെ. ആരാണോ ഉത്തരവാദിത്തപ്പെടുത്തിയ രാജ്യത്തിന്റെ ഭരണഘടന, ആ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ, റിസർവേഷന്റെ അടിസ്ഥാനത്തിൽ MLA-യും മന്ത്രിയും MP-യും ആയവർ ആ കമ്മ്യൂണിറ്റിയെ അഡ്രസ് ചെയ്യുന്നില്ല. അത് നിങ്ങൾക്ക് ഇപ്രാവശ്യം കാണാം ചേലക്കരയിൽ. അപ്പൊ തുടങ്ങിക്കഴിഞ്ഞല്ലേ എങ്ങനെ ആ പ്രതിഷേധം വരുന്നതെന്ന്. ശ്രീ പി വി അൻവർ ഇപ്പോ ശ്രീ പി വി അൻവർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും പ്രതിനിധീകരിച്ച് അവനവന്റെ ജനപ്രതിനിധിയായി വരുന്നവരെ പറ്റി പലർക്കും പല ശതമാന കണക്കുകളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം. അവരാരും ഇടുന്ന വസ്ത്രത്തിന്റെ പേരിൽ, ഇടുന്ന മേക്കപ്പിന്റെ പേരിൽ വിലയിരുത്തപ്പെടുന്നില്ല. ഒരു കമ്മ്യൂണിറ്റിയെ പ്രതിനിധീകരിച്ച് സംസാരിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ പറയുന്നത് അവരെ അധിക്ഷേപിക്കുന്നതിന് തുല്യമാണ് എന്ന് അങ്ങേക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നതാണോ? എന്താ എന്റെ ഉദ്ദേശം? അധിക്ഷേപിക്കുന്നത് തുല്യമാണെന്ന് നിങ്ങൾക്ക് മാത്രമേ തോന്നുള്ളൂ, ആ കമ്മ്യൂണിറ്റിക്ക് തോന്നില്ല. ഇന്ന് രാവിലെ അങ്ങേക്ക് ആ കമ്മ്യൂണിറ്റിയുടെ കൊട്ടേഷൻ ഉണ്ടോ? അങ്ങ് പറയുന്നു ആ കമ്മ്യൂണിറ്റി എന്നോട് പറയുന്നു അവരെ അധിക്ഷേപിക്കുന്നതാണെന്ന് അങ്ങേക്ക് തോന്നുന്നില്ല എന്നൊക്കെ. അങ്ങേക്ക് അവരെ മുഴുവനും പ്രതിനിധീകരിക്കാനുള്ള എന്ത് സാഹചര്യമാണോ? എനിക്കും അങ്ങേക്കും ഒരേ തുല്യാവകാശമാണെന്നേ. എനിക്ക് അങ്ങനെ തോന്നുന്നു, അങ്ങേക്ക് ഇങ്ങനെ തോന്നുന്നു. നിങ്ങൾക്ക് തുല്യാവകാശമല്ല, നിങ്ങൾക്കൊരു അവകാശമില്ല. ഞാൻ MLA ആണ്, ജനപ്രതിനിധിയാണ്. എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. അങ്ങ് ആ കമ്മ്യൂണിറ്റിയുടെ മാത്രം MLA അല്ല, അങ്ങ് ജനങ്ങളുടെ MLA ആണ്. ഞാൻ വോട്ട് ചെയ്യുന്ന ആളാണ്. അല്ലല്ല, അങ്ങ് ജനങ്ങളുടെ പ്രതിനിധിയാണ്. ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയെ പ്രതിനിധീകരിക്കുന്ന ഒരാളല്ല. ഞാൻ വോട്ട് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയെ പ്രതിനിധീകരിക്കുന്നില്ല. എനിക്കും അങ്ങേക്കും സമൂഹത്തെ പറ്റി അഭിപ്രായം പറയാൻ തുല്യ അവകാശമാണ്. ഇതൊരു നടക്ക് പോണ മാതിരില്ല. അങ്ങേക്ക് രാഷ്ട്രീയമായി പറയാൻ വേറെ അവകാശം ഉണ്ടായിരിക്കാം. ജനപ്രതിനിധികൾക്കാണ് അവകാശം. ജനപ്രതിനിധികൾക്ക് രാഷ്ട്രീയം പറയാൻ വ്യത്യസ്ത അഭിപ്രായം ഉണ്ടായിരിക്കുമെന്നേ. അങ്ങയുടെ നിയോജക മണ്ഡലത്തെ പറ്റി അങ്ങേക്ക് ആധികാരികമായ അഭിപ്രായം പറയാം. സമൂഹത്തിന്റെ വിവിധ തലങ്ങളെ പറ്റി പൗരന്മാരെന്ന നിലയിൽ അഭിപ്രായം പറയാൻ നമുക്ക് രണ്ടുപേർക്കും ഒരു അവകാശമേ ഉള്ളൂ. അതോ ഭരണഘടന വേറെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ അതിര് കിടക്കുന്നു. നിങ്ങൾ അതുകൊണ്ടാണല്ലോ നിങ്ങൾ അവിടെ ഇരിക്കുന്നത്, ഞാൻ ജനങ്ങളുടെ കൂടെ ഇരിക്കുന്നതും. ഒരേ അഭിപ്രായം കൊണ്ടല്ലേ? ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികൾക്ക് പറയാൻ നിങ്ങളെക്കാട്ടിലും 1000 ഇരട്ടി അവകാശമുണ്ട്. നിങ്ങൾക്ക് അഭിപ്രായം പറയാം. അല്ല, അഭിപ്രായം പറയാൻ എനിക്കും അങ്ങേക്കും അവകാശമുണ്ട്. അത് അധിക്ഷേപമാകുന്നിടത്ത് അങ്ങയെ ചോദ്യം ചെയ്യാൻ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്തിലെ ഏത് പൗരന്റെയും അവകാശം എനിക്കുമുണ്ടെന്നേ. അല്ല, നിങ്ങൾ ചോദ്യം ചെയ്തോ, പക്ഷെ നിജസ്ഥിതി ജനങ്ങൾക്കറിയാം, ഈ പറയുന്ന കമ്മ്യൂണിറ്റിക്ക് അറിയാം. നിങ്ങൾ AC റൂമിൽ ഇരുന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങൾ ഈ ജനങ്ങളുടെ ഇടയിലൂടെ നടക്കുന്നത്, അവരുടെ അനുഭവം പറയുന്നത്. അതിന് നിങ്ങൾക്ക് എന്താ പൊള്ളുന്നേ? അല്ല, ഈ അങ്ങ് AC റൂമിൽ ഇരിക്കാറില്ലേ? അങ്ങ് AC ഉപയോഗിക്കാറില്ലേ? നേതാക്കന്മാരെ എപ്പോഴും പറയുന്നേക്കാലോ AC റൂമിലിരുന്ന് അഭിപ്രായം പറയുന്നു എന്ന്. അങ്ങ് നിയമസഭയിൽ പോയി അഭിപ്രായം പറയുന്നത് AC-ലല്ലേ? സെൻട്രലൈസ്ഡ് AC ആണല്ലോ നിയമസഭയിൽ. അഭിപ്രായം പറയുന്നതന്നെയല്ലേ അങ്ങോട്ട് പോകുന്നത്? അവിടെ എനിക്ക് മുടക്കുണ്ട്. അവിടെ ചെല്ലാൻ ജനങ്ങൾ വോട്ട് ചെയ്തിട്ട് അവിടെ പോയി AC ഇരിക്കുന്നത്, മനസ്സിലായോ? ഞാൻ എന്റെ കയ്യിരിക്കുന്ന കാശ് കൊടുത്തിട്ടാണ് വീട്ടിലെ AC വെച്ചിരിക്കുന്നത്. കേട്ടോ, എന്റെ കയ്യിലിരിക്കുന്ന കാശാണ് ഞാൻ നികുതിയായിട്ട് കൊടുക്കുന്നത്. ഞാൻ മാന്യമായി പണിയെടുത്തിട്ടാണ്. അങ്ങേ ജനങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന പണിയാണ്. ഞാൻ മാന്യമായി പണിയെടുത്തിട്ടാണ് ആ ശമ്പളം മേടിക്കുന്നത്. അങ്ങേക്ക് അതിൽ നിന്നാണ് ഞാൻ നികുതി എടുക്കുന്നത്. അങ്ങ് പ്രതിനിധാനം ചെയ്യുന്ന ജനപ്രതിനിധി എന്ന് പറയുന്ന റോളിന് അതിൽ നിന്നാണ് ഞാൻ നികുതി നൽകുന്നത്. കേട്ടോ, അച്ചടക്കമില്ലാതെ പെരുമാറിയാൽ അറിയാലോ, ഞങ്ങളത് പഠിപ്പിക്കും. ഞാൻ AC വാങ്ങാൻ ഞാൻ ഉപയോഗിക്കുന്ന അതേ പണത്തിൽ നിന്ന്, അതിന് ഉപോത്പന്നമായി എനിക്ക് കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന്, ഞാൻ നൽകുന്ന നികുതിയിൽ നിന്ന് കൂടിയാണ് അങ്ങ് ആ പറയുന്ന നിയമസഭയിൽ പോയി നിൽക്കുന്നത്. ഞാൻ പണിയെടുക്കുന്നുണ്ട്. അങ്ങ് പണിയെടുക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾ വിശ്വസിച്ചിട്ട് കാര്യമില്ല. ആ വിശ്വാസം തെറ്റാണ്. അല്ല, ആ വിശ്വാസം ശരി. അങ്ങ് അവിടെ ജനങ്ങൾക്ക് വേണ്ടി പോയി നിൽക്കുന്നത്, ജനങ്ങളുടെ അഭിപ്രായം പറയുന്നതൊക്കെ തെറ്റാണെന്നുള്ള വിശ്വാസമാണ് എനിക്ക്. അങ്ങ് വിചാരിക്കുന്നുണ്ടെങ്കിൽ എനിക്കൊന്നും ചെയ്യാനില്ല. എനിക്ക് ചൊറിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. ഒരു മിനിറ്റ് നിർത്താൻ ധൈര്യമുണ്ടോ? എന്ത് ധൈര്യക്കുറവ്! പി വി അൻവർ സംസാരിക്കുന്നു, ചർച്ചയിൽ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ വന്നോളൂ എന്നാണ് ഞാനും പറഞ്ഞത്. പറഞ്ഞോളൂ. ഞാൻ പറയുന്നത് കഴിയുന്നവരെ പറയണം, അതിനുശേഷം നിങ്ങൾക്ക് സംസാരിക്കാം. നിങ്ങൾ ശബ്ദമായിട്ട് വായിൽ കയറിയിരുന്ന് കസാലിട്ട് ഇരുന്നിട്ട് കാര്യമില്ല. ഞങ്ങൾ ജനങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്നവരാണ്. നിങ്ങൾ മാധ്യമ മുതലാളിയെ റെപ്രസെന്റ് ചെയ്യുന്നത്. ആ വികാരം നിങ്ങൾക്കുണ്ടാകും. എനിക്ക് ജനങ്ങളുടെ വികാരം ഉണ്ടാവുക. എന്നെയും നിങ്ങളെ ഒരു തുലാസിൽ തൂക്കാൻ കഴിയില്ല. അത് തൂക്കുമെന്ന് നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. രാജ്യത്തിന്റെ ഭരണഘടന അത് അംഗീകരിക്കുന്നില്ല. ഈ ചർച്ചയിൽ പറഞ്ഞു ആ കമ്മ്യൂണിറ്റിയിൽ നിന്നല്ല എന്ന് തോന്നിക്കാൻ വേണ്ടിയാണ് ലിപ്സ്റ്റിക് ഇടുന്നത് എന്ന് അങ്ങ് പറഞ്ഞു എന്ന്. അതെന്തിനായിരുന്നു? ലോകത്തിൽ നിന്ന് വരെ ആരും കാണിച്ചിട്ടില്ലാത്ത ഒരു തറവേല ഞാനിപ്പോ ഇവിടെ കാണിക്കാൻ പോവാണ്. കൂടെ നിന്നോണം. നീ വേഗം കാണിക്കേ എന്നാ കണ്ടോ.
അതാണ് അതുകൊണ്ട് തന്നെ അതെന്തിനാ അല്ല ആ ലിപ്സ്റ്റിക് ഇടുമ്പോൾ എങ്ങനെയാണ് ആ കമ്മ്യൂണിറ്റിയിൽ നിന്നല്ല എന്ന് തോന്നുന്നത്? അവർക്കൊരു ഈഗോ ഉണ്ട്. ഇതിൽ ചില ആളുകൾക്ക് ആർക്ക് ഈഗോ ഉണ്ട്? ആർക്ക് ഈഗോ ഉണ്ട്? ആർക്ക് ഈഗോ ഉണ്ട്? ആ കമ്മ്യൂണിറ്റിക്ക് ഈഗോ ഉണ്ടെന്നോ? ജാങ്കോ നീ അറിഞ്ഞ ഞാൻ ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ജയിച്ചു കഴിഞ്ഞാൽ ഈ കമ്മ്യൂണിറ്റിയെ ആളുകളെ കാണുന്നവർക്ക് വെറുപ്പാണ് എന്ന് പറയുന്ന ആരാണ്? ആ കമ്മ്യൂണിറ്റിയിൽ നല്ല എന്ന് തോന്നിക്കാനാണ് ലിപ്സ്റ്റിക് ഇടുന്നത് എന്ന് പറഞ്ഞത് എന്തിനാണ്? അത് ആ കമ്മ്യൂണിറ്റിയിലുള്ളവർക്ക് ലിപ്സ്റ്റിക് ഇടാൻ പാടില്ലേ? അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. കമ്മ്യൂണിറ്റി ലിപ്സ്റ്റിക് ഇട്ടോട്ടെ, ആണുങ്ങൾ ലിപ്സ്റ്റിക് ഇട്ട് നടക്കരുത്. അത് പെണ്ണുങ്ങൾക്ക് ഇടാനുള്ളതാണ്. ആണും പെണ്ണും അവിടെ നിൽക്കട്ടെ. അങ്ങ് കമ്മ്യൂണിറ്റിയെ കുറിച്ചാണല്ലോ പറഞ്ഞത്. ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന് തോന്നാതിരിക്കാനാണ് ലിപ്സ്റ്റിക് ഇടുന്നത് എന്ന് അങ്ങ് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? എനിക്ക് മനസ്സിലാവേണ്ടത്. നമുക്ക് അറിവ് കുറവാണല്ലോ. പൊതുപ്രവർത്തകരല്ല, പൊതുപ്രവർത്തകരെ MLA-മാരും MP-മാരും ലിപ്സ്റ്റിക് ഇട്ട് പൗഡർ ഇട്ട് AC റൂമിലല്ല നടക്കേണ്ടത്. ഈ ജനങ്ങളുടെ ഇടയിലൂടെ നടക്കണം, ഈ കോളനിയിലൂടെ നടക്കണം, കള്ളിമുണ്ടെടുത്ത് പോകണം. മനസ്സിലായോ? ഓ ശരി, അങ്ങ് നിയമസഭയിൽ കള്ളിമുണ്ടെടുത്തോണ്ടാണ് പോവാറ്. കള്ളിമുണ്ടെടുത്ത് പകലില്ലാതെ അധ്വാനിച്ച് അവര് വോട്ട് ചെയ്തിട്ട് അവര് പോകുന്നത്. എന്താണ് ഈ പറയുന്നത്? നോക്കി ഈ പറയുന്ന അല്ല ഈ കള്ളിമുണ്ടും ഈ പറയുന്ന അല്ലല്ല ഇതൊന്നും അല്ല. അങ്ങ് നേരത്തെ പറഞ്ഞ AC, ഇപ്പൊ പറയുന്നു കള്ളിമുണ്ട്, ഇതൊന്നും അല്ല. ഞാൻ ചോദിച്ചത് ആ കമ്മ്യൂണിറ്റിയിൽ നിന്നല്ല എന്ന് തോന്നിക്കാൻ വേണ്ടിയാണ് ലിപ്സ്റ്റിക് ഇടുന്നത് എന്ന് അങ്ങ് പറഞ്ഞു. ആ കമ്മ്യൂണിറ്റിയിൽ നിന്നല്ല എന്ന് ലിപ്സ്റ്റിക് ഇടുമ്പോൾ എങ്ങനെ തോന്നിക്കുക? അത് അവർക്ക് ലിപ്സ്റ്റിക് ഇടാൻ പാടില്ലേ? ഞാൻ പോയിട്ട് പിന്നീട് എന്തെങ്കിലും വരാം. അങ്ങനെയുള്ള തിട്ടൂരം ഉണ്ടോ? അല്ല, ആ തിട്ടൂരുണ്ട്. ആരുടെ തിട്ടൂരം? പാടില്ല. ആരുടെ തിട്ടൂരം? PV അൻവർ വകയോ? ആ കമ്മ്യൂണിറ്റിയോട് അവർ ചേർന്ന് നിൽക്കണം. ലിപ്സ്റ്റിക് ഇട്ടാൽ എങ്ങനെയാണ് ചേർന്ന് നിൽക്കാതിരിക്കുന്നത്? സംസാരത്തിൽ, അവരുടെ രൂപത്തിൽ, അവരുടെ ഭാവത്തിൽ അവർക്ക് രൂപവും ഭാവവും അങ്ങ് കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. എന്തൊരു രാഷ്ട്രീയതാണ് ഈ മനുഷ്യൻ പറയുന്നത്? അത് എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. ആ കമ്മ്യൂണിറ്റിയോട് അവർ ചേർന്ന് നിൽക്കണം. ഈ കമ്മ്യൂണിറ്റിയുടെ വോട്ട് വാങ്ങിയിട്ട് ആ കമ്മ്യൂണിറ്റിയെ കാണുന്നത് പോലും വെറുപ്പാണ് എന്ന് ആ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട സാധാരണക്കാർ പറയുമ്പോൾ എനിക്ക് വികാരം ഉണ്ടാവും. നിങ്ങൾക്കത് മനസ്സിലാവില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ മാധ്യമ മുതലാളിയുടെ വികാരം നിങ്ങൾക്കുണ്ടാവൂ. എന്നെ ചോദ്യം ചെയ്യാൻ വരുന്നത് അതിൽ നിങ്ങൾ ശ്രീ PV അൻവർ അങ്ങാണ് ഇങ്ങോട്ട് ഈ ചർച്ചയിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞു. അങ്ങ് പറയുന്നു ആ കമ്മ്യൂണിറ്റിയിലുള്ളവരോട് ചേർന്ന് നിൽക്കാൻ ലിപ്സ്റ്റിക് ഇടുന്നവർക്ക് പറ്റില്ല എന്ന്. അതിന് അങ്ങ് പറയുന്ന ന്യായം എന്താണ്? എനിക്ക് സത്യമായി മനസ്സിലാവുന്നില്ല. ലിപ്സ്റ്റിക് ഇടുന്നവർക്ക് ആ കമ്മ്യൂണിറ്റിയുമായി ചേർന്ന് നിൽക്കാനില്ല. കമ്മ്യൂണിസ്റ്റിലുള്ളവർക്ക് ലിപ്സ്റ്റിക് ഇടരുതെന്ന് തിട്ടൂരമുണ്ട്. ആരുടെ തിട്ടൂരം? അങ്ങനെ ഒരു തിട്ടൂരമുണ്ട്. ആരുടെ തിട്ടൂരം? PV അൻവർ വകയോ? അതെ, കമ്മ്യൂണിറ്റിയിലുള്ളവർക്കല്ല പറഞ്ഞത്. ആ കമ്മ്യൂണിറ്റിയെ റെപ്രസെന്റ് ചെയ്ത് കേരളത്തിലെ പൊതുരംഗത്ത് വരുന്ന MLA-മാര്, MP-മാര്, മന്ത്രിമാര് അവരോടാ ചേർന്ന് നിൽക്കേണ്ടത്. അവരിവിടുത്തെ മുതലാളിമാരോടല്ല ചേർന്ന് നിൽക്കേണ്ടത്. 100% ഞാൻ യോജിക്കുന്നു. മനസ്സിലായോ? അതാ പറഞ്ഞത്. ചേലക്കരയുടെ മുൻ MLA, കേരളത്തിന് മന്ത്രി, കേരളത്തിന് ദേവസ്വം മന്ത്രിയായിരുന്ന K. രാധാകൃഷ്ണൻ അങ്ങേക്ക് ആരോപിക്കാൻ കഴിയുമോ? ലിപ്സ്റ്റിക്കും പൗഡറും കൊണ്ടാണ് നടക്കുന്നത് എന്ന് പറഞ്ഞോ? അങ്ങേക്ക് ആരോപിക്കാൻ കഴിയുമോ? അവരെല്ലാവരും പറഞ്ഞോ? അല്ല, എല്ലാവരുടേതും പറഞ്ഞു എന്ന് അങ്ങാണ് പറഞ്ഞത്. അതല്ല ഉദ്ദേശം. ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ.